കാണാൻ കഴിയും, പഠിപ്പിക്കാൻ കഴിയും, ബന്ധപ്പെടാൻ കഴിയും. മാത്തമാറ്റിക്സിലെ കുട്ടികൾക്ക് പോലെ തന്നെ മറ്റു പല ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളായിട്ടും ഒരു ബന്ധം. അത് UC കോളേജിൽ വളരെ UC കോളേജിൽ മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോ പറഞ്ഞപ്പോഴും ഞാൻ കുട്ടികൾ പറയുന്നു, ഈ സ്റ്റുഡൻസ് എന്നൊരു ചിന്തയല്ല, ഞങ്ങളുടെ കുട്ടികള്, എന്റെ കുട്ടികള് എന്നൊരു ഫീലിംഗ്. UC കോളേജിലെ അധ്യാപകര് ഞാൻ ബന്ധപ്പെട്ടല്ല, പലരും അങ്ങനെയാണ് കാര്യങ്ങൾ കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ ഒരു എന്താ പറയാ മുഖ്യധാരയിലേക്ക് ഞാൻ കടന്നായിരിക്കാം. നേരത്തെ പരിചയം പറയുന്നത് കേട്ടു, പലരും ഉപദേശിക്കാതിരുന്നുണ്ട്, അതുപോലെ പലരും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും UC കോളേജിലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഉണ്ടാകുന്ന സുഖം വളരെ വ്യത്യാസമാണ്. വയസ്സ് തോന്നാറില്ല. ഞാൻ റിട്ടയർ ചെയ്യുന്ന കൊല്ലം വരെ ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് ടൂറിന് പോകാറുണ്ട്. ഈ ടൂർ കഴിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് 10 വയസ്സ് കൂടുതൽ വരാം. ഞാൻ 10 വയസ്സ് കുറഞ്ഞു. അവ അവസാനം എന്റെ വയസ്സ് മൈനസായി തുടങ്ങി. കുറഞ്ഞു വന്നിട്ട് ആ ഒരു ബന്ധം. പിന്നെ നേരത്തെ പോലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മാത്യു സാറ് ഒരു കാര്യം ചെയ്യാൻ പറയില്ല, പക്ഷെ നമ്മൾ ചെയ്യും, അറിയാതെ ചെയ്തു. ഒരിക്കൽ ഉണ്ടായ സപ്പോർട്ട് മനോരമ ട്രോഫി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഇവിടെ നടക്കുന്നു. ആൻഡ്രൂ സാർ എന്ന് പറഞ്ഞ തുടങ്ങിയ ആള് റിട്ടയർ ചെയ്തു. എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നെ ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു എന്നോട് ജോലി ചെയ്യാം CG വർഗീസ് സാറിനോട്. CG വർഗീസ് സാറിനോട് ചോദിച്ച ആൾക്ക് കൊണ്ടായതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞാൻ MSc ക്ലാസ്സിൽ 4 ദിവസം പോയില്ല. ഈ 4 ദിവസം പോയില്ല എന്നുള്ള കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ല. ഒരു ദിവസം രാത്രി എനിക്ക് തോന്നി ഞാൻ ചെയ്തു വളരെ തെറ്റാണ്. അപ്പൊ ഞാൻ വേഗം ഒരു എഴുതി തുടങ്ങിയ എനിക്കിങ്ങനെ നടക്കാൻ പറ്റിയിട്ടുണ്ട്. കോളേജിന്റെ ആവശ്യത്തിനാണെങ്കിൽ സാറിന്റെ പെർമിഷൻ കൂടാതെ ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കാതിരുന്നു തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനോട് എഴുതി. എനിക്ക് ചൂട് കൊണ്ടുവന്നിരുന്നത് അരി എന്ന് പറഞ്ഞ ആൾക്കാർ വീടായിരുന്നു. അരി എഴുത്ത് കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു എന്റെ എഴുതെടുത്തിച്ചു കൊടുത്തു. അതിന്റെ ബാക്കിൽ എഴുതിയിട്ട് I just never thought about it. ഇതുപോലെ പലതുണ്ടായിട്ടോ. എനിക്ക് ഇവിടെ എന്തൊക്കെയോ ഡ്രാമയുടെ റിഹേഴ്സൽ പറയുമ്പോ അവിടെ കുട്ടികളെ ഇവിടെ വെച്ച് നടത്തുക രാത്രി റിഹേഴ്സൽ നടത്തും. അപ്പൊ ഈ പെൺകുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്ത പെൺകുട്ടികളുടെ ഭാഗത്തിന് വരെ ആൺകുട്ടികളെ കൊണ്ട് പ്രോപ്പേറ്റ് അല്ലെങ്കിൽ പറഞ്ഞു നിൽപ്പിച്ച് ഡ്രാമ നന്നായിട്ട് ആരോ വീതി കുട്ടികൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു 2 മണിക്കോ 1 മണിക്കോ ഇത് കഴിഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വരാനും പോയി. വന്നപ്പോ അന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ടീച്ചർ എന്നോട് പറഞ്ഞത് KP മാത്സ് സാർ ഈ ബീഡി കൂടിയൊക്കെ പറഞ്ഞു കളയാം. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ പിന്നീട് ഞാൻ സാറിന് പറഞ്ഞു സാർ ഞാൻ അറിഞ്ഞില്ല എന്നുള്ള സാറ് ഞാനത് പറയും ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞത് പോലെ ക്ലാസ് എടുക്കൂടെ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിപ്പിച്ച കാര്യം ഒരു പ്രശ്നം. ഇപ്പൊ സാറിന് ഏതോ കോളേജിൽ ഇവിടെ ഞാൻ പറയുമ്പോ സാറിന് എന്റെ കുട്ടി കാരണം സാറിന് ഇവിടെ പഠിച്ച ഈ ക്ലാസ്സിൽ ഇരുന്ന തലം ചെയ്തിരിക്കുന്ന ഒരു അർപ്പാണ് ഇവിടെ എങ്ങനെയായിരിക്കും അവിടെ ഇരിക്കണോ ഒന്നിങ്ങനെ ചേഞ്ച്. പിന്നെ ചിലപ്പോ ഞാൻ വല്ലതും പറയുമ്പോ അറിയാതെ നർമ്മമായി പോയിട്ടുണ്ടെങ്കിൽ സന്ധി കുറച്ച് നേരം ആലോചിച്ചിട്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെ പറയാൻ കഴിയുന്നത് ഒരു വല്ലാത്ത ബന്ധം നമുക്കുണ്ടായിരുന്നു.
അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്നപ്പോ സാന്റി ഇങ്ങനെ ഇരിക്കാറുണ്ട്, ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആളാണെന്നൊക്കെ ഓർമ്മ വരികയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. പല സ്ഥലത്തും ചിലരെ കാണുമ്പോൾ മനസ്സിലായോ ഞാൻ മനസ്സിലാകില്ല എന്ന് പറയണമെന്നുള്ളതാണ് നമ്മളത്. അപ്പൊ ഞാൻ അല്ല അങ്ങനെ വാശിപ്പിക്കണം ഇങ്ങോട്ടല്ലേ, അല്ല ഞാൻ പറയൂ, ഞാൻ പറഞ്ഞ ഷെറിന്റെ വീട്ടിൽ സി വി ഞാൻ എല്ലാവരെയും നോക്കണമെന്നല്ല പറയാം. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് വരുമ്പോൾ ഓരോ സംഭവങ്ങള്, പിന്നെ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ നോക്കിയിട്ട് ആളായി മാറിയില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് വെച്ച് ഇന്ന ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു AB3 ഇത്രാമത്തെ ബെഞ്ചില് ഇരുന്നിരുന്ന സബ്സിഡിയറി സ്റ്റുഡൻ്റ് ആണ്. ഫിസിക്സ് സബ്ജക്റ്റിന്റെ അതുപോലെ ഓർക്കാൻ ഒരുപാട് യൂസ് ചെയ്യും. അപ്പൊ യൂസി കോളേജിന്റെ പിന്നെ ഓർമ്മക്കൂട്ടില് എഴുതാനോട് പറഞ്ഞു ഓർമ്മക്കൂട്ട് മുഴുവൻ എനിക്ക് തന്നാലും ചിലപ്പോ എഴുതിയില്ല. ഏതായാലും എനിക്ക് ഏറ്റവും സന്തോഷം നമ്മൾ ഇന്നിപ്പോൾ 2 ബാച്ച് ആളുകളെ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മളുടെ എല്ലാ ബാച്ച് ആളുകളെയും കൂടി ഒന്നിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. ഞാനത് 2 ആഴ്ച മുമ്പ് 18-ാം തീയതി ജൂലൈ 16 ജൂൺ 16-നോ 16-ന് നിങ്ങളുടെ പഴയ ടീച്ചേഴ്സും കൂടി കൂട്ടിയിട്ട് ഫാമിലി ആ സമയത്തൊരു കാര്യം UC കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് 90-ാമത്തെ വർഷമാണ് 2012-13. അപ്പൊ ഈ 90-ാമത്തെ വർഷമൊന്ന് ഭംഗിയായി ആചരിക്കേണ്ട കാര്യം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഉപദേശങ്ങളൊക്കെ അവർ ചോദിക്കില്ല പുതിയ ആളുകൾ, ഇപ്പോഴത്തെ ആളുകൾ. ഏതായാലും എനിക്ക് തോന്നുന്നു അന്ന് നമുക്ക് ഈ മാത്തമാറ്റിക്സിന്റെ ഒരു വിധം പറ്റുമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും അതിൽ നിങ്ങളെ കാര്യം പറയാം. എനിക്കറിയില്ല ഇങ്ങനെ ഇത്രയധികം പേര് വന്നേന്ന്. കാരണം നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്ക് അവിടെ ഇപ്പോഴൊക്കെ പിടിച്ച് വന്നേക്കണം നിർബന്ധിച്ചത് കൊണ്ടാണ് ഇത്ര പേര് വന്നത്. അല്ലെങ്കിൽ യൂസ് എന്റെ ലെറ്റർ ആ ലെറ്ററോടെ കിടക്കുന്നു വായിക്കുന്നില്ല. പണ്ട് ജഗദീഷ് സാർ പ്രസംഗിക്കാറുണ്ട്, അതായത് ദി ഓട്ടോഗ്രാഫ് ഓഫ് മൈ വൈഫ് ഈസ് നൗ, എന്റെ ചെറിയ കുട്ടി പിച്ച് ചെയ്ത് കളിക്കാൻ ഓട്ടോഗ്രാഫ്. അതുപോലെ നമ്മളോരോ സൗകര്യം ഇതങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും തന്നെ ഒന്നുകൂടി കൂടാൻ ഇടയ്ക്കിടയ്ക്ക് കൂടണമെന്നാണ് ഞാൻ പറയാ. പക്ഷെ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടിയാണ് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി. ഏതായാലും നമുക്ക് ആ 90-ാം വാർഷികം ഒന്ന് ഭംഗിയായിട്ട് നമ്മുടെ എല്ലാവരെയും കൂടി ഒരു യൂണിയനായിട്ട് നടത്താൻ കഴിയണം. മാത്രമല്ല ഒന്ന് ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തരും കൂടെ പ്ലാൻ ചെയ്യണം. ഇപ്പോ ക്യൂസ് നടത്തിയ പോലെ ഇതുപോലെ നമുക്ക് ഇനി പല പരിപാടി പിന്നെ നമ്മൾ ഈ കോളേജിൽ പ്രത്യേകത പറയാം. ഇപ്പൊ ഡോജോ മുന്നിൽ പ്രമാണിക്കുന്നത് ദിവസമാണ് ഒരാഴ്ച. ആ ബന്ധം നമുക്ക് മറ്റു പല കോളേജുകളിൽ UC കോളേജിൽ ഇപ്പൊ കാരണം മാത്തമാറ്റിക്സ് പഠിപ്പിച്ചതുകൊണ്ട് സത്യം പറയാവുന്ന നിർബന്ധം. അതുകൊണ്ട് ഇപ്പൊ അവിടെ അങ്ങനെ ബന്ധുതാകുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാനല്ലാതെ ഫാക്ട് എനിക്ക് അറിഞ്ഞാലും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കത് പോരാ. നമുക്ക് ഈ ബന്ധങ്ങൾ ഇതൊക്കെ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ ഓർമ്മക്കുറിപ്പുകളായിട്ടുള്ളൂ. നമ്മുടെ പാതയങ്ങൾ നമുക്ക് ഈ നല്ല ഈ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി നമുക്ക് ഇനിയും കൂടാൻ കഴിയണം. ഒരാൾ പ്രശ്നിക്കാൻ കൊണ്ടൊരു കഴിക്കാൻ പാടില്ല. നമുക്ക് പരസ്പരം നിങ്ങൾക്ക് എല്ലാവരും തന്നെ ഓരോ ഐറ്റംസ് തന്നെ ബേസിക് ഐറ്റം, പക്ഷെ ചെറിയ കാര്യങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം, അതിലുണ്ടാകണം. ഇത് സംഘടിപ്പിച്ചവര് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു
ഞാൻ മറ്റു സ്ഥലത്ത് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു. ആ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഐ തിങ്ക് മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് മറ്റു പല സബ്ജക്റ്റിലെ നോക്കിയപ്പോൾ അതിനേക്കാൾ വളരെ കൂടുതലാണ് നമ്മുടെ ആ ഡേറ്റൗട്ട് നമുക്ക് നിലനിർത്തണം. നമുക്ക് വി ഷുഡ് മേക്ക് അത് കഴിയുമ്പോൾ തന്നെ വി ഷുഡ് ബി ഏബിൾ ടു കോൾ ഇറ്റ് എ ഡേ. ഇന്ന് തന്നെ വി ക്യാൻ കോൾ ഇറ്റ് എ ഡേ. അതല്ല ഉദ്ദേശിച്ചത് ഒരു വലിയ ഓർമ്മയുടെ ഡേ ആയിട്ട് നമുക്ക് ഇനി കൊണ്ട് നടക്കാൻ കഴിയണം. പിന്നെ ചെറിയ ഈ ബാച്ചസ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്നാലും കൂടുതലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ മറ്റൊന്നും കൂടി ഈ വർഷത്തിൽ പ്രത്യേകത കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ചെയ്യാനൊന്നും, പക്ഷെ ഞാനങ്ങനെ ധൈര്യമായിട്ട് ഏൽക്കുകയാണ്. കുറെ മ്യൂസിക്കോളി അനൗൺസ്മെന്റിന്റെ ജോലികൾ നടത്തിയിട്ടില്ല എന്റെ പേരിൽ. നിങ്ങൾ ധൈര്യമായിട്ട് അനൗൺസ്മെന്റ് നടത്തി. ഐ ഡോണ്ട് നോ വെദർ അപ്പൊ പ്രിൻസിപ്പള് ഞാൻ പുറമേ നിന്നുള്ളതാണ്, ഞാൻ ചെയ്യാൻ പാടില്ല എനിക്കറിയില്ല. നമുക്ക് ആലോചിച്ചിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം. ഏതായാലും we can continue meeting and this should happen as often as possible, at least once in a year. Congratulations for all who have come. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുണ്ടോ ഞാൻ ഇന്ന് ഇപ്പൊ ഞങ്ങൾക്ക് വയസ്സൊന്നും തോന്നുന്നില്ല. വയസ്സൊന്നും അങ്ങനെ ഈ അവസരങ്ങൾ ഇനി ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും ഒരു ഫോട്ടോ ആണ് ഞങ്ങൾ എടുത്തത്. നിങ്ങൾ കാണാൻ നോക്കാത്ത പിന്നെ സലീമിന്റെ ഫോട്ടോ കോപ്പി ഞാൻ കൊടുത്തു. സലീമിനെ കൊടുത്തു. സലീം അത് സ്കാൻ ചെയ്തു. നിങ്ങൾ ഇമെയിൽ അഡ്രസ് കൊടുത്താൽ സലീം അയച്ചു തരും. അപ്പോൾ ആർക്കെങ്കിലും അതിനകത്തിൽ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും സലീമിന് കൊടുക്കാം. അത് ആ ഇമെയിലിനോട് കൂടി ചർച്ച ചെയ്ത് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. പറയാൻ എത്രയേ ഉള്ളൂ. ഈ കൂട്ടം കൂടി ഏതെങ്കിലും ഫ്രീക്വൻസി ഉണ്ട്, എന്തെങ്കിലും കൂടാറുണ്ടോ പറഞ്ഞു കഴിഞ്ഞു ചെയ്യുന്നു. അല്ല, ഇതിന്റെ പിന്നിൽ വലിയൊരു എഫേർട്ട് ഉണ്ട്. ഇതുപോലെ ഒരു കൂട്ടം ഇനിയും വലിയ കൂട്ടമെങ്കിൽ കാര്യങ്ങൾ വന്നവരുടെ വിഷയത്തിൽ കൂടെ ഫോൺ ചെയ്യുകയും ഈ ഞങ്ങളുള്ള അധ്യാപകർക്കും താല്പര്യം നിങ്ങൾ വന്നു കഴിയുമ്പോൾ